ഈ പൈസയാണ് എൻ്റെ ആദ്യകാല ഫിലിമുകൾക്ക്, ഡോക്യുമെന്ററികൾക്ക്, ടെലിവിഷൻ പരമ്പരകൾക്ക് ക്യാപിറ്റലായി മാറിയത്. അപ്പോ പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ജേർണലിസം മാസം പഠിക്കണം. അന്ന് MCJ ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഇല്ല, അത് കേരള യൂണിവേഴ്സിറ്റിക്ക് വന്നു. അപ്പം പിന്നെ എവിടെ അങ്ങനെയാണ് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിക്ക് പോയി ചേരുന്നത്. അവിടെ പക്ഷേ മധുരയിൽ ക്യാമ്പസിൽ ഫെസിലിറ്റി ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വഴക്കുണ്ടാക്കി ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിൽ ചെല്ലുമ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലെ വലിയ നിരവധി ആളുകളുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിയും. ആ കൂടെ തന്നെ നമ്മൾ ടെലിവിഷൻ പരമ്പരകളുടെ നിർമ്മാണത്തിന് ഇങ്ങനെയാണ് ഞാൻ ശരിക്കും ടെലിവിഷനിലേക്ക് എത്തുന്നത്. പിന്നീട് ഞാൻ ടെലിവിഷന്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കേരളത്തിലെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്ന പരമ്പരകൾ, ഡോക്യുമെന്ററികൾ അല്ലെങ്കിൽ ടെലിഫിലിമുകൾ, ഇത് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല എൻ്റെ ജീവിതത്തിന്റെ ആവശ്യം. കേരളത്തിൽ ഇതേവരെ ആരും ചെയ്യാവുന്നില്ല, അധികമാരും ചിന്തിക്കാതില്ല. നമ്മൾ ആണ് ഇത് തുടക്കമിട്ടത് എന്ന് ഒരു 2 തലമുറയെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു സംരംഭമായിരുന്നു നമ്മുടെ ടെലിവിഷന്റെ. അതെന്താണ് ചിന്തിച്ചപ്പോഴാണ് ഒറ്റക്കാടിന്റെ പുസ്തകങ്ങൾ പണ്ട് വായിച്ച് മനസ്സിലേക്ക് വീഴുകയാണ്. അങ്ങനെ നമ്മൾ ട്രാവലോഗിലെ യാത്രാ വിവരണത്തെ ദൃശ്യഭാഷയിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 1997 സഞ്ചാരം എന്നൊരു ആശയമായി ഞാൻ ഇത്രയും ഞാനീ പറഞ്ഞത് നിന്ന് എൻ്റെ ജീവിതത്തിന്റെ വീരസ്യം പറയാനായിരുന്നില്ല. സംരംഭകത്വം എന്ന് പറയുന്നത് എപ്പോ എവിടെ വെച്ച് ഒരാളിൽ ഉണ്ടാവുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞുണ്ടാകുന്ന ഒരു സാധനമല്ല സംരംഭകത്വം. സംരംഭകനാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ സംരംഭകനാകേണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ ജനിതക ഘടനയെ ഉറപ്പാണ്. അതിനെ തേച്ച് മിനുക്കിയെടുക്കലാണ് ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. എനിക്ക് അടുത്ത പരിചയമുള്ള 2 സംരംഭകർ. അടുത്ത പരിചയം വന്നാൽ വളരെ നല്ല ബന്ധം. ഈ ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ അപകടമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതിലൊന്ന് ഇപ്പോ സന്തോഷ് തമ്പി സാർ പറഞ്ഞു ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയുള്ള ചെലവുകൾ നടത്തുന്നതിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങൾ. വെർച്വൽ ഗാലക്ടി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് അവർ നടത്തുന്ന സ്പേസ് ടൂറിസം എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിന്റെ പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കി കാത്തിരിക്കുന്നത്. ഏത് സമയത്തും ആ യാത്രകളുടെ വെളിവരും ചെറിയ കാലങ്ങളായി പ്രോസസ് ആരംഭിച്ചു. ഇത് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഒരു സംരംഭകന്റെ പ്രസ്ഥാനമാണ്. വെർച്വൽ ഗാലക്ടി, വെർച്വൽ അറ്റ്ലാന്റിക്, വെർച്വൽ എയർലൈൻസ്, വെർച്വൽ മൊബൈൽ, 450 കമ്പനികളുണ്ട് വെർച്വൽ ഗ്രൂപ്പിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുണ്ട്. നിരവധി സംരംഭകരെ വളർത്തിയ പ്രസ്ഥാനം. റിച്ചാർഡ് ബ്രാൻസണുമായി ഈ പറഞ്ഞ സ്പേസ് ടൂറിസം പ്രോജക്റ്റിന്റെ ഭാഗമായി അതിന്റെ പരിശീലന പരിപാടികൾക്കും ഓരോ വർഷവും 1-2 തവണയുള്ള ഒത്തുചേരലുകൾക്കും ഒക്കെയായി ഞാൻ നിരവധി തവണ കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഒത്തുചേരാറ്. സ്പേസ് ടൂറിസത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നിലയിൽ ഞങ്ങളൊക്കെ അതിന് ഞങ്ങളുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. അപ്പൊ ഇദ്ദേഹത്തെ അടുത്തറിയാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ആത്മകഥ വേർഷൻസ് യൂസിംഗ് മൈ വെർജിനിറ്റി എന്ന് പറയുന്ന അതിന്റെ ആദ്യ ഭാഗം, പിന്നീട് വന്ന ഫൈൻഡിങ് മൈ വെർജിനിറ്റി എന്ന് പറയുന്ന 2ാം ഭാഗമൊക്കെ ആദ്യത്തെ എഡിഷൻ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബന്ധമുണ്ട്. അതേപോലെ തന്നെ അടുത്ത കാലത്ത് ഞാൻ അകലെന്ന് കാണുകയും പക്ഷെ അടുത്ത കാലത്ത് സഞ്ചാരത്തിലൂടെ സഫാരിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭകരായ ശ്രീ M.A. യൂസുഫ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിലും അബുദാബിയിലെ ഹെഡ് ഓഫീസിലും അദ്ദേഹത്തിന്റെ വിമാനത്തിലൊക്കെ സ്പെൻഡ് ചെയ്ത് മണിക്കൂറുകൾ, ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള അവസരം ലഭിക്കുന്നു. എന്നാൽ അതല്ലാതെ പരിചയമുള്ള അകലെന്ന് കണ്ടിട്ടുള്ള നിരവധി സംരംഭകർ. ഈ സംരംഭകരിൽ കേരളത്തിലെ ഏറ്റവും വലിയ സംരംഭകരും ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകരിൽ ഒരാളുടെ ഉദാഹരണം ഞാൻ പറയുന്നത്, ഇവരുടെ ഈ സംരംഭകത്വത്തിന് കിട്ടിയ പരിശീലനം എവിടെ നിന്നായിരുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് അത്ഭുതം. റിച്ചാർഡ് ബ്രാൻസന്റെ വിദ്യാഭ്യാസം 9ാം ക്ലാസ്സാണ്. M.A. യൂസുഫിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എനിക്കൊക്കെ ഏകദേശം ധാരണയുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ അറിയില്ല. പക്ഷേ ഇവരൊരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ട്.
നിങ്ങളിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭങ്ങളുടെ ഒരു മുഴുവൻ ലിസ്റ്റ് എടുക്കും. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന സംരംഭകനെ കുറെ സംരംഭകരുടെ ലിസ്റ്റ് എടുക്കും. ആദ്യ തലമുറയിൽ സംരംഭം വിഷ്വലൈസ് ചെയ്യുക, സംരംഭം ആരംഭിച്ച ഇവരൊന്നും ഒരു ബിസിനസ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ സംരംഭകരായി മാറിയില്ല. നമ്മുടെ ഇവിടെ അതേപോലെ ഗവേഷണം നടത്തിയിട്ടുണ്ടാകുന്ന ബന്ധുക്കളുണ്ട്. സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനോഭാവത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അവൻ കാണുന്നതും നോക്കുന്നതും എല്ലാം സാധ്യതകളാണെങ്കിൽ അവൻ സംരംഭകനാണ്. നിങ്ങൾ കൊടുത്തോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് ഈ കോളേജിലെ ഈ സ്കൂളിലെ കുട്ടികളിൽ ഒരാൾ തിരിച്ചറിയാണ്ടിരിക്കട്ടെ. ഇന്ന് രാവിലെ ഇവിടെ സന്തോഷ് ജോർജ് ഗുണക്കര വരും, EDC വരും, മറ്റു പലരും വരും. അവിടെ അദ്ദേഹത്തിന് ഒരു പൊന്നാട അണിക്കേണ്ടി വരും, അദ്ദേഹത്തിന് ഒരു കലകം കൊടുക്കേണ്ടി വരും, അദ്ദേഹത്തിന് ഒരു കൊക്ക കൊടുക്കേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ വന്ന് കണ്ടിട്ട് പറയുന്നു, സാർ ഈ 3 ഞാൻ ഏറ്റു. സാർ സാധാരണ എന്റെ ഭാഗം എടുക്കണം, ചിഹ്നം പറഞ്ഞാൽ മതി, അതിനെ കണക്ക് ഞാൻ തരുന്നതാണ്. രാവിലെ സാർ വരുമ്പോൾ ഇത് 3 ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഒരാള് ഈ കൂടെ ഉണ്ടെങ്കിൽ അയാളാണ് ഒരു സംരംഭകൻ. പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാളിൽ സംരംഭകനാണ് കൂടുതലല്ല. ആ പ്രസംഗത്തെ വിറ്റങ്ങനെ കാശാക്കാൻ വേണ്ടി ഇദ്ദേഹം ചിലപ്പോ അവരുടെ സംരംഭമില്ല എന്നതിനർത്ഥം. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ഒരു ഭാഗം എന്താണ് സംരംഭകത്വം ഒത്തിരി പ്രസംഗിക്കാത്ത കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അവസരങ്ങൾ കണ്ടെത്തുക, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. സമൂഹം എന്താഗ്രഹിക്കുന്നു എന്ന് അതിന് മുന്നേ സമൂഹം തിരിച്ചറിയുന്നത് നമ്മൾ കണ്ടെത്തുക. സൊമാറ്റോ എന്നൊരു സർവീസ് ഇവിടെ കിട്ടും അല്ലേ? എങ്ങനെയുണ്ടത്? അത്യാവശ്യം അതിലുള്ളൊരു ഫെസിലിറ്റി അല്ലേ? അതായത് നമ്മളൊരു ലോഡ്ജിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു, വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു, നമുക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ റിലാക്സ് മൂടാണ്, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഇവിടെ കിട്ടിയാൽ നല്ലതായിരുന്നു ചിന്തിക്കുന്നു. അപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നു, നോക്കുന്നു, സൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് ശരി എന്താണ് കുഴിമന്തി തന്നെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് എന്ന് തീരുമാനിക്കുന്നു. അത് ഏറ്റവും വില കുറഞ്ഞത്, ഏറ്റവും നല്ലത്, സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് ഏതാണെന്ന് നോക്കുന്നു, അത് ഓർഡർ ചെയ്തു. 25 മിനിറ്റ് കുഴിമന്തി സപ്ലൈ ചെയ്യുന്നു. ഇന്റർനെറ്റ് കേരളത്തിൽ ലഭ്യമായിട്ട് എത്രയോ കൊല്ലമായി ഈ രാജ്യത്തും ലോകത്തും. എന്നാൽ മനുഷ്യൻ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി മൊബൈൽ ആപ്പിലൂടെ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ചു കൊടുത്താൽ അത് വിജയമാകുമെന്ന് കണ്ടെത്തുന്ന ഒരു സാധനമാണ് ഈ സംരംഭകത്വം. ഇതേപോലെ 100 കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെ പോരാൻ ഇറങ്ങുമ്പോൾ എനിക്ക് അവിടെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ വസ്ത്രങ്ങള് ഇസ്ത്രി ഇട്ട് അടുക്കി അവിടെ വെച്ച് അത് ചുമതലയുള്ള ഒരാളെ സ്ഥാപനത്തിൽ കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം കൃത്യമായിട്ട് അയച്ചിരുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഈ സാധനം ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ സാധനം എടുത്തോണ്ട് പോവുകയും എല്ലാ തിങ്കളാഴ്ച അല്ലെ ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുകയും 4 ദിവസം കഴിയുമ്പോൾ അതേപോലെ സൊമാറ്റോ കൊണ്ട് ഡെലിവറി ചെയ്യുന്ന പോലെ കൃത്യം വീടുകളിൽ കൊണ്ട് ഡെലിവറി ചെയ്യുകയും മിതമായ ഒരു പൈസ വാങ്ങിക്കുകയും ചെയ്യുന്ന വസ്ത്രം കൃത്യമായിട്ട് അലക്കി സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ അന്വേഷിച്ച് കഴിപ്പിച്ചു പോകാതെ ഈ സൊമാറ്റോ നമ്മുടെ ആപ്പിലൂടെ നമുക്ക് വസ്ത്രം ഉണ്ടെങ്കിൽ അപ്പോൾ ഓർഡർ ചെയ്യാം, ഇത്ര ഷർട്ട്, ഇത്ര പാൻസ്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ വരുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചുകൊണ്ട് തരുന്നു. ഇങ്ങനെ കേരളം പോകാനുള്ള ഒരു നെറ്റ്വർക്ക് സൊമാറ്റോ പോലെ ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ആവശ്യക്കാരെ കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സാധ്യതകളുടെ ലോകത്തേക്ക് നമ്മളിപ്പോ ചിന്തിക്കുന്നത് എല്ലാം നമ്മൾ ആരംഭിക്കാൻ തുടങ്ങിയതല്ല, എല്ലാവരും തുടങ്ങി കഴിയുന്നതാണ് അല്ലേ? നമ്മള് ഫോട്ടോസ്റ്റാറ്റിലാണ് ഇടാൻ തുടങ്ങിയിട്ട് അതൊക്കെ വന്നുപോയി. അപ്പൊ സാധ്യതകൾ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളൊരു സാധാരണ മനുഷ്യനായി നിങ്ങളിലേക്ക് തന്നെ നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പൂർത്തിയാകാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹജീവികളിലേക്ക് നോക്കുക, നിങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കുക. അവരുടെ പൂർത്തിയാകാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഈ പൂർത്തിയാകാതെ കിടക്കുന്ന ആഗ്രഹങ്ങളാണ് ഒരു
സംരംഭം എങ്ങനെ സാധ്യത, അത് നമുക്ക് എങ്ങനെ സാധ്യമാക്കി കൊടുക്കാം, അതെങ്ങനെ അവർക്ക് നഷ്ടമില്ല എന്ന് തോന്നുന്ന മട്ടിൽ നമുക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാം, അതിലൂടെ അവരുടെ ഹാബിറ്റ് വളരുക. പിന്നെ അവർക്ക് നിങ്ങളുടെ പ്രേമമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി. ഈ സൊമാറ്റോ അടുത്ത കാലത്ത് സമരം ഉണ്ടായിരുന്നു. ഈ സമരം അവസാനിക്കാൻ കാരണമായിട്ട് ഞാൻ കരുതുന്നത് അവിടുത്തെ ജീവനക്കാരും അവരുടെ കാര്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ വിജയമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുക ഇതിന്റെ ഉപഭോക്താക്കൾ മുഴുവൻ നന്നായിട്ട് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഈ സമരം തീരണേ. കാരണം ആ സർവീസ് ആസ്വദിച്ച ആളുകൾ, കാരണം ഞാൻ വയനാട്ടിൽ സ്ഥലത്താണ് ആഴ്ചയിലെ 3-4 ദിവസവും താമസം നാട്ടിലുണ്ടായിരുന്നു. ഒരു 2 ദിവസം ഞാൻ എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്, അവിടെ പ്രൊഫഷൻ നടക്കുന്നു. അപ്പൊ എറണാകുളത്ത് ചെന്നാൽ പറഞ്ഞല്ലോ അവിടെ പാചകം ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടാകും. അവിടെ ഒരു ഫ്ലാറ്റ് അവിടെ താമസിക്കുമ്പോൾ ഭക്ഷണം ഈ സൊമാറ്റോയിലാണ് ഓർഡർ ചെയ്യുന്നത്. സൊമാറ്റോ 10-15 മിനിറ്റ് സാധനം വരുന്നു. വളരെ സ്മൂത്ത്, വളരെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്. ഈ ഞാൻ സൊമാറ്റോയുടെ ഒരു കാരണം പറയുന്നത് അടുത്ത കാലത്ത് ഏറ്റവും വിജയിച്ച ആശയങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം സഹായിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? രക്ഷപ്പെട്ടുമാണ് എല്ലാവരുടെയും സ്വഭാവം അല്ലേ? ഇനി അങ്ങനെ ചോദ്യം ചോദിക്കാൻ അറിയാൻ മതിയല്ലേ അല്ലേ? ഉത്തരം അറിയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അവരെ ഉപയോഗിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. ഇത് ഇറങ്ങുന്നത് വരെ നമ്മൾ എത്ര പേര് ഇനി ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ടെന്ന് ചിന്തിച്ചിരുന്നു? വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ കൊള്ളാവല്ലോ തോന്നി. ഇങ്ങനൊരു സാധനത്തിന് ആവശ്യമുണ്ട് എന്ന് ഈ ChatGPT-യുടെ സംരംഭകര് നിങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചപ്പോ അവരാണ് സംരംഭകർ. ഇങ്ങനെയൊരു സാധനം ആക്കിയാൽ അത് ഗൂഗിളിന് ഒരു ദിവസം വെട്ടും എന്ന് തിരിച്ചറിയുന്നതാണ് സംരംഭകത്വം. ഗൂഗിളിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പൊ ഇതല്ലേ? ഗൂഗിൾ ഇതുവരെ ഭയന്നിട്ടില്ലാരെയും, എല്ലാവരും വാങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഗൂഗിൾ പയ്യെ ഭയം തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ നവംബറിന് ശേഷം അല്ലെങ്കിൽ ഡിസംബറിന് ശേഷം ഞങ്ങള് അപ്രസക്തമാകും ആരെ പോലെ. ഗൂഗിൾ വന്ന അപ്രസക്തമായ യാഹൂവിനെ പോലെ. യാഹൂവായിരുന്നു ആദ്യം സൃഷ്ടിച്ചത്. നമ്മൾ അത് കരുതി യാഹൂ ഒരു അത്ഭുതം തന്നെയാണ്, പിന്നീട് ഗൂഗിൾ. അപ്പൊ സംരംഭകത്വം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം ഇനിയും എന്തിനോ വേണ്ടി ദാഹിച്ചിരിക്കുന്നുണ്ട്, ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ നമ്മൾ ഗവേഷണം നടത്തി നമ്മുടെ മനസ്സിലൂടെ ആ ആശയങ്ങളെ കൊണ്ടുവന്ന് അത് നടപ്പാക്കാനുള്ള വഴികൾ കണ്ടെത്തി അത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ കഴിയുന്ന ആളുകളെ സംഘടിപ്പിച്ച് കൂട്ടുചേർന്ന് ആ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനാണ് ശരിക്കും സംരംഭകത്വം. അപ്പൊ ഈ സംരംഭകത്വത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും. അത് MBA സ്റ്റുഡൻസ് മാത്രമല്ല, BBA പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഏത് മേഖലയിലും സംരംഭകത്വത്തിന് സാധ്യത. നിങ്ങൾ പല സ്കൂളുകളിൽ പോകാൻ അവിടെയൊക്കെ നിങ്ങൾ സംരംഭകത്വത്തിന്റെ സാധ്യത സൃഷ്ടിക്കണം. 2 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ ഇപ്പോ ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചിട്ട് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ ജീവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ടെന്ന് നോക്കാം. അതായത് ഇത് കേരള ജനസമൂഹത്തിൽ ഒരു പ്രൊഫഷനായിട്ട് എടുത്താൽ കേരളത്തിൽ എത്ര ശതമാനം അവശേഷിക്കുന്നുള്ളതിന്റെ ഒരു 20% കൈമുക്കിയുള്ളൂ. എന്ന് വെച്ചാൽ കേരള ജനസംഖ്യ അടുത്തൊരു 50 കൊല്ലത്തിനകം 20% കുറയാൻ സാധ്യതയുണ്ടെന്നും പശ്ചിമ ബംഗാളിൽ നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ഉള്ളവർ കേരളത്തെ ഏതാണ്ട് അവരുടെ ജന്മനാടാക്കി മാറ്റിക്കളയുമെന്നും അതിനർത്ഥമുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ഉറപ്പിക്കാത്തത് കേരളമാണ് എന്നതാണ്? കേരളമാണ് എന്റെ ഭാഗ്യം, കേരളമാണ് എന്റെ പ്രവർത്തന മേഖലയെന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്തതിന്റെ കാരണമാണ്. അതിന് ഉത്തരവ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കറിയാം. പക്ഷെ അതിലൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും ഈ ഇരിക്കുന്ന ആളുകളിൽ 25% ആളുകളെങ്കിലും ഇത്തരത്തിൽ ഭാവനയുള്ള സംരംഭകരായി മാറിയാൽ കേരളമാണ്. ലോകത്തിന് വേണ്ട, ഇന്ത്യക്ക് വേണ്ട, കേരളത്തിന് വേണ്ട സേവനങ്ങളും ഉൽപ്പന്നങ്ങളും രൂപപ്പെടുത്താൻ കഴിയുന്ന, അത് നന്നായി ഡെലിവറി ചെയ്യാൻ കഴിയുന്ന സംരംഭകരായി നിങ്ങൾ 25% പേര് മാറിയാൽ കേരളത്തിന്റെ സ്ഥിതിയാണ്.
കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ, പ്രത്യേകിച്ച് ഏറ്റവും തലമുറയിൽ പഠിച്ച ആളുകളിൽ വളരെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സംരംഭകരായി മാറിയിട്ടുള്ളൂ. സംരംഭകരായി മാറിയത് ആരൊക്കെയായിരിക്കും? നമ്മളൊന്ന് ചുറ്റും നോക്കി. ഡിഗ്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രി പരീക്ഷയിൽ തോറ്റ നിർബന്ധമായിട്ട് സംരംഭകനായിട്ടാണ് ഇല്ലേ? അവൻ പോയി കടവണം, അല്ലെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ വളക്കടവണം, ഒന്നും നടന്നൊരു പെട്ടിക്കടവണം. അതായത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരാജയപ്പെട്ടവരുടെ ലക്ഷ്യസ്ഥാനമാണെന്ന്. വിജയിച്ചവർ എങ്ങോട്ട് പോകുന്നു? ഈ ഓട്ടപ്പോൾ നമ്മുടെ പണിക്കാരനാകാൻ പോകുന്നു. ശരിയല്ലേ? ശരിയല്ലേ? ഈ ചായകൾ തുടങ്ങിയവൻ 10 കൊല്ലം കൊണ്ട് അവർ സ്റ്റാഫ് ഹോട്ടലാക്കുന്നു, അവർ അതിനെ 3 സ്റ്റാർ ലെവലിലേക്ക് ആക്കുന്നു, 1-2 ബ്രാഞ്ച് ഇടുന്നു, അതിലൂടെ ഒരു ബാബർ തുടങ്ങുന്നു, അതിന്റെ ജനറൽ മാനേജരായിട്ട് പഠിച്ച് വിജയിച്ച റാങ്ക് മേടിച്ചവരെ അങ്ങനെ നിയമിക്കുന്നു. ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ഒന്നിച്ച് പഠിച്ചവരായിരിക്കും തോറ്റവൻ ജയിച്ചവരെ നിലയ്ക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഓണർഷിപ്പിൽ ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇതിനൊന്ന് മാറ്റേണ്ടോ? സംരംഭകത്വം എന്ന് പറയുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് ബാല്യകാലം മുതൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സംരംഭകരെ ഐഡന്റിഫൈ ചെയ്യുന്ന സംവിധാനം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുണ്ടാവണം. 10 കുട്ടികളെ ചേർത്ത് നിർത്തി എടാ നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് പറയുന്നതിൽ ഒരു സംരംഭകനുണ്ടെന്ന് നമ്മുടെ അധ്യാപകരുണ്ടാണ്. 2 കുട്ടികളെ ചേർത്ത് നിർത്തി എടാ നമുക്ക് ഇങ്ങനെ ഒരു കുസൃതി ഒപ്പിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ 2 പേരെ കൂടെ നിർത്താനുള്ള മാനേജ്മെന്റ് വൈദഗ്ധ്യം അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെ പറയുമ്പോൾ നമ്മൾ പ്രശ്നക്കാരനായിട്ടാണല്ലോ കാണുക. അവനാണ് ഇതിന്റെ എല്ലാ കാരണങ്ങളും അവനെ വാങ്ങി നോക്കാം. സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ നല്ല കാര്യം പറയുന്നത്, ഞാൻ എങ്ങനെ ഒരു സംരംഭകനായി പരസ്യമില്ലാതെ ടെലിവിഷൻ ചാനൽ നടത്തുന്നത് എങ്ങനെയെന്ന് പലരും എനിക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട, ഞാൻ അറിയില്ല. ഒത്തിരി വലിയ കുട്ടികളെ കൂടെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതെനിക്ക് സാധ്യമാകുന്നത് 6ാം ക്ലാസ്സിൽ ഈ അടിച്ചു കൊടുത്ത ഒരു സംരംഭകൻ എന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഞാൻ ആദ്യ സംരംഭങ്ങളെല്ലാം വിജയിച്ചു എന്നല്ല. ചില സംരംഭങ്ങളൊക്കെ ധൈര്യം പരാജയപ്പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ 15 വർഷം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സംരംഭങ്ങള് പല ആളുകളും എന്നേക്കാൾ ഭംഗിയായിട്ട് വിജയിപ്പിച്ചു കൊടുക്കും. അപ്പൊ എനിക്കൊന്ന് മനസ്സിലായി, സംരംഭം തുടങ്ങുമ്പോൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അതിന് ഉപഭോക്താക്കളുടെ അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം. 2, ആ കാലഘട്ടത്തിന്റെ ആവശ്യം. സൊമാറ്റോ 25 കൊല്ലം മുമ്പ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് വലിയ ആശയമാണ് അല്ലേ? അതാ 25 കൊല്ലം മുമ്പ് തുടങ്ങിയതെങ്കിലോ പൊട്ടിത്തകർന്നു ഗവേഷണം നടത്തുന്ന കാര്യമുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ്. അപ്പൊ സമയത്തിന് ചേർന്നതായിരിക്കണം, കാലത്തിന് ചേർന്നതായിരിക്കണം, സമൂഹത്തിന് ചേർന്നതായിരിക്കണം സംരംഭം. ആ സമൂഹത്തെ നമ്മൾ പഠിക്കണം. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് സമൂഹത്തിനൊപ്പമുള്ള ഒരു ജീവിതം. സമൂഹത്തെ നിരീക്ഷിക്കാനും സമൂഹത്തിന്റെ മനസ്സറിയാനും സമൂഹത്തിന്റെ പാഴ്സറിയാനുമുള്ള അവസരങ്ങളില്ലായ്മ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞാനൊരു 3 ദിവസം മുമ്പ്, 3 ദിവസമല്ല, ഫോറസ്റ്റ് അല്ലേ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ തന്നെ മരിയൻ കോളേജ് കുട്ടിക്കാരൻ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റ് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായി. അപ്പൊ അവര് കുട്ടിക്കാലത്തായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേക ഒരു സ്ഥലത്ത് മനോഹരമായ ക്യാമ്പസിൽ ജീവിക്കുക. ഈ മാനേജ്മെന്റ് പഠിച്ച കുട്ടികൾക്ക് പലപ്പോഴും സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളില്ല. അവിടെ ഒരു കുട്ടി എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എനിക്ക് സാറിന്റെ സ്ഥാപനത്തിൽ ഒരു ജോലി തരാൻ പറ്റും, ഞങ്ങളുടെ ക്യാമ്പസിൽ വന്ന് എന്തുകൊണ്ടാണ് നടത്താത്തത്? നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജോലി തരാം, പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഓഫീസിൽ വന്നിരുന്ന് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ടറിഞ്ഞു പോകുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ നിങ്ങൾ വന്നാൽ തരാൻ പോകുന്ന ആദ്യത്തെ ജോലി ഒരു 10 കെട്ട് ലേബർ എടുത്ത് കഴിഞ്ഞിട്ട് 3 ദിവസം അല്ലെ ഒരാഴ്ച കഴിഞ്ഞ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് വരുന്നതാണ്